Hi everybody, this is Amma and May. Welcome to my channel. So this is Qatar Vlogs Part 3 ആണ്. Part 2, Part 1 നമ്മുടെ ചാനലിലുണ്ട്. അത് കാണാത്തവർ നേരെ പോയിട്ട് ആ വീഡിയോസ് കണ്ടു വന്നിട്ട് ഇത് കണ്ടാൽ മതി, അല്ലെങ്കിൽ തീരെ കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾ ആ വൈറലായിട്ടുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു, ജാസി ചേട്ടനപ്പോഴും ഒരു കൊളാബ് ചെയ്തൊരു വീഡിയോ. സോ ആ വീഡിയോൻ്റെ പിന്നിലത്തെ BTS ബിഹൈൻഡ് ദ സീൻസ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ Part 3 കാണിക്കാൻ പോണേ. ജാമിങ് സെക്ഷൻസ് എങ്ങനെയായിരുന്നു, എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തതെന്നൊക്കെ. അപ്പോൾ നമുക്ക് നേരെ അത് കണ്ടാലോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മഹേഷ് കുഞ്ഞുമോനാണ്. ഞാനിപ്പോൾ ഉള്ളത് എംബസി സ്യൂട്ട്സിലാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഖത്തറിലെ ഏറ്റവും മികച്ച ഹോട്ടലിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കൂടെ ഞാനിന്ന് ഞാനിന്ന് തിരിച്ചു പോവുകയാണ്. ഇന്നലെ ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഈദ് മൽഹാർ എന്ന പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ ആൽമരം ബാൻഡിനോടൊപ്പം പെർഫോം ചെയ്തു. ജാസി ഗിഫ്റ്റ് ചേട്ടന്റെ കൂടെ ആദ്യമായി പെർഫോം ചെയ്തു. ഭാവന ചേച്ചിയുടെ കൂടെ പെർഫോം ചെയ്തു. കടന്നു വരുന്നു അക്ഷയ്. ഞാൻ പറയാൻ വന്നത് എന്താ പറയാ, മഹേഷേട്ടൻ പറഞ്ഞു ഓൾറെഡി. മഹേഷേട്ടൻ്റെ ഇപ്പൊ നമ്മള് മഹേഷേട്ടനുള്ള ഒരു പ്രോഗ്രാമില്, അതുപോലെ സിദ്ദിഖ് റോഷനും ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഉള്ള ഒരു പ്രോഗ്രാമിലാണ് നമ്മളും പെർഫോം ചെയ്തത് അല്ലേ? നമ്മൾ ഒരുമിച്ച് ഒരു ഹോട്ടലില്. ടെക്നോളജി കൂടി ഇതിലേക്ക് കൊളാബ് ചെയ്യാം. കാരണം വെച്ചാൽ ഒരു ഓഡിയോ വിഷ്വൽ മീഡിയ ആണ്. അപ്പൊ അതിന് ടെക്നോളജി കൂടി, കാരണം നമ്മൾ സ്ക്രീൻ റീഡിങ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? വേറൊന്നുമില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളിത് ലഞ്ച് കഴിക്കാൻ പോകാൻ നിൽക്കുമ്പോഴാണ് എല്ലാവരുമായിട്ട് കണ്ട് സംസാരിക്കണേ. അപ്പൊ സിദ്ദിഖ് റോഷൻ നിന്നിട്ട് നമ്മളോട് അവിടെ വന്നിറങ്ങി കഥ പറയുക, സ്കോട്ട്സ് ഒക്കെ ചെയ്യിപ്പിച്ചു പോലീസുകാർ. അപ്പൊ ഇതെല്ലാവർക്കും കിട്ടി. അപ്പൊ എല്ലാവരുടെ കഥകൾ പറയായിരുന്നു. വന്ന് പോലീസുകാർ പിടിച്ചതും 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളെ എയർപോർട്ടിൽ നിന്ന് പുറത്തു വിട്ടെ ഖത്തർ പോലീസുകാർ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കഥകളൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ കണ്ടു. അത് ഞാൻ വീഡിയോ എടുത്തത്. ഇങ്ങനെ ബോട്ടിന്റെ ഷേപ്പിൽ ഒരു വുഡൻ, അതിന്റെ മുകളിലാണ് ഫുഡൊക്കെ. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ തിരിച്ചെത്തി. പിന്നെ നമ്മൾ പാക്കിങ്ങിലേക്ക് നേരെ പാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പാക്ക് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ പണിപാട്. നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് വേണം പോകാൻ, കാരണം ട്രാവൽ ചെയ്യണോണ്ട് അത് ഇങ്ങനെ നാശാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നേരെ ജാസിയാൻ്റെ അടുത്ത് പോയി. എല്ലാവരും റെഡിയായി പാക്കൊക്കെ ചെയ്ത് വെച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ വീഡിയോയ്ക്ക് ഇറങ്ങിയത്. കാരണം ഈ വീഡിയോ എടുക്കുക, നേരെ ഇറങ്ങുക എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ജാസിയാനും എല്ലാവരും കൂടി നമ്മളിങ്ങനെ വീഡിയോ ഐഡിയാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിൽ ജാസിയായിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കിട്ട് ജാസിയായിട്ട് ഇങ്ങനെ ക്ഷമിച്ചിരുന്നു അത് കഴിയണ വരെ. ഞങ്ങളുടെ ഓരോ ഐഡിയാസ് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ആൽമരത്തിൻ്റെ പേജിൽ ജാസിയായിട്ടുമായിട്ട് നമ്മൾ കൊളാബ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരുപാട് ലൈക്കും ഒരുപാട് വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ബാക്കി നിങ്ങൾ കണ്ടോളൂ. അതിലത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ, ബിഹൈൻഡ് ദ സീൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ ചെയ്തതെന്നുള്ളത്. Every time I wanna see my girl. ആദ്യം എടുക്കാം. Music day video going on. നിന്നോ
എല്ലാരും അങ്ങനെ നിൽക്കണം ഇങ്ങനെ. ആണ് ആ ഇൻസ്റ്റാഗ്രാം വീഡിയോൻ്റെ പിന്നിലത്തെ ബിഹൈൻഡ് ദ സീൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ, ആ വീഡിയോ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടാവും. ഞാൻ ഈ വീഡിയോ ഇറക്കണതിന് മുന്നേ അത് ഇൻസ്റ്റാഗ്രാമിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ആൽമരത്തിൻ്റെ പേജിൽ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും. ജാസി സാറും അതുപോലെ ഞങ്ങളും കൂടിയിട്ടുള്ള പാട്ടിൻ്റെ കൊളാബ്. ഓക്കെ, അമ്യൂസ്മെന്റ് ഇവര് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് അമ്യൂസ്മെന്റ് പാർക്ക് അതിനൊന്ന് കാണിച്ചേ. അമ്യൂസ്മെന്റ് ഇടയിൽ കൂടെ ഓടി നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ ഇവിടെ AI വെച്ചിട്ട് കുറച്ച് സാധനം ഗെയിം അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പോൾ അതൊന്ന് കാണിച്ചു കൊടുക്കാം. ഇതാണ് ഗാലറിയ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സാധനം. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഗെയിംസ് കാര്യങ്ങൾ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ഇത് നോക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് അവർ നമ്മുടെ സ്പോൺസേഴ്സ് ഇങ്ങോട്ട് വിട്ടതാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം നോക്കിയിട്ട് നമ്മൾ തിരിച്ചു പോയിട്ട് പിന്നെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ എയർപോർട്ടിൽ പോകും. ഓക്കെ, ബാക്കി വീഡിയോയിൽ കാണാം. അവരാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരു സാധനത്തിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകും. ഒരു മൂവി സെറ്റപ്പാണ്. ഇതൊരു 10 മിനിറ്റിൻ്റെ മൂവിയാണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് പോവാം എന്നാണ് പറഞ്ഞത്. കൊള്ളല്ലോ, ഇത് കളർഫുള്ളായിട്ടുണ്ടല്ലോ അല്ലേ? ഫുൾ കളറായിട്ടുണ്ടല്ലോ സംഭവം. ഓടി ഇരിക്കാനാ. ഇത് ചെയറാട്ടോ, ഇത് ഗെയിമൊന്നുമല്ല. ഇവിടെ ചെയറാണ്. ഇവിടെ ഇരുന്നിട്ട് നമ്മളെടുത്ത് നോക്കാനാ പറഞ്ഞത്. ഇതാണ് ഫ്രണ്ട് സ്ക്രീനാണ് ഇത്. ഇനി ഇതിൽ എന്തെങ്കിലും വിഷ്വൽ കാര്യങ്ങൾ ഇങ്ങനെ വരും. ഇതാണ് സംഭവം. ഓ, അത് അവിടെ നിങ്ങളുടെ സ്ക്രീനിൽ ഇങ്ങനെ കണക്റ്റ് ആയി പോവും. അത് അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. All of us that from watching cartoons, you have that urge to create stuff and have a digital effect. Like for that one, you can try it out. As he makes us some juice here, maybe one person can make us some music here. Oh. Then we get the party started. That is a big. Oh, nice. So അത് കൊള്ളാം. you push it and അത് നോക്കാം സ്ക്രീനിലൊക്കെ. it's full. ഓ, കരക്കി. അതായത് സ്ക്രീനിനനുസരിച്ച് അതിന്റെ സൈഡിൽ എന്തെങ്കിലും അതിന് ബന്ധപ്പെട്ട ഒരു സാധനം ഉണ്ടാവും. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. If you have strong lungs, you can try. You have to blow until a storm comes. ഓ, ഊത് അതിന്റെ ഉള്ളിലേക്ക് ഊതണം. ഊതുമ്പോ ഇവിടെ ഇങ്ങനെ കാറ്റ് വരും അത്രേ. ആ, യെസ്. Go. അപ്പൊ മഴ വരും. അപ്പൊ മഴ വന്ന് അവിടെ ലെവല് കണ്ടോ? ലെവൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. സുനാമി. ഇനി ഊതാം. ഊത്. കാറ്റ് കിട്ടണില്ലേട്ടാ. Go. Don't stop. Go. അടുപ്പിലേക്ക് ഊതുന്ന പോലെ. നന്നായി ഇത് അതിന്റെ ഉള്ളിലേക്ക് ഊതണം. അതിന്റെ ഉള്ളിലേക്ക് ഊതുമ്പോ അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. മഴ കൂടി വലിയ എന്താ പറയാ സുനാമി പോലെയൊക്കെ വരും.
അറിയണ്ടാവും. മിന്നൽ, ദ ഗോഡ്, ഫ്യൂസ് ദ ഗോഡ്. ആളുടെ മെയിൻ സാധനമാണല്ലോ ലൈറ്റ്നിങ്. അപ്പൊ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇടിമിന്നൽ വരും. കാണിച്ചാൽ ഇപ്പൊ ഒന്നുമില്ല. ഇനിയിപ്പോ അവിടെ ലെവലുണ്ട്, അവിടെ ഇപ്പൊ മുകളിൽ ലെവലുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ ഉരച്ചു കഴിഞ്ഞാ ഇവിടെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ലെവൽ ഇങ്ങനെ കൂടും കേട്ടോ. തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ ഇടിമിന്നൽ ഇങ്ങനെ വരും. അതാണ് സംഭവം. വേറെ സാധനം ഉണ്ട്, ഇത് നോക്ക്. ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെ നോക്കാം. യെസ്, നീ എന്റെ POV കാണിച്ചു തരാം. ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കാം കേട്ടോ. നമ്മളിങ്ങനെ നമ്മളിങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ അടുത്ത് ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ്, അടുത്ത് വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ. യെസ്, അപ്പൊ നമ്മള് മറ്റേ ഷിപ്പിന്റെ ഉള്ളിൽ നിന്നൊക്കെ നോക്കണ പോലെ, മറ്റേ ഷിപ്പിന്റെ വട്ടല്ലേ അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ നോക്കണ പോലെ. ഓ, ഇപ്പൊ കുറച്ച് എന്താ പറയാ റിയാലിറ്റി ഇല്ലേ ഇങ്ങനെ വന്നപ്പോ. യെസ്, നമ്മൾ വേറെ ഒരു സാധനത്തിന്റെ ഉള്ളിലേക്ക് പോവാണ്. കണ്ണു കാണാനില്ലല്ലോ, ഫുൾ ബ്ലാക്കാ. യെസ്, അമ്പോ നൈസ്. ഫുള്ള് ചില്ലാട്ടാ, ഫുള്ള് ചില്ല. അവിടെ ഇവിടെ നോക്ക. ദൈവമേ, ഇതിലിപ്പോ എവിടെ പോണ്ട, ആകെ മിക്സ്. എവിടെയെങ്കിലും പോയി ഇടിക്കുവേ. Anybody found the exit yet? Wait. Let's take a photo. നമ്മളിവിടെ എക്സിറ്റ് കണ്ടുപിടിക്കണം. ഇപ്പൊ ഇത് ഫുള്ള് ചില്ല. അതിപ്പോ പോയി കഴിഞ്ഞാൽ മുട്ടി ഫുള്ള് ചില്ല. ഇതിപ്പോ എവിടെയാണ് എക്സിറ്റ് ഒന്നും ഒരു പിടിയില്ല. ഇതിപ്പോ നമ്മളിങ്ങനെ വരും. അപ്പൊ നമ്മൾ ഇവിടെയാണ് എക്സിറ്റ് എന്ന് വിചാരിക്കും. ദൈവം ഇവിടെ ചില്ലാണോ? ചില്ലല്ല. പക്ഷെ ഇതിന്റെ ഉള്ളിലേക്ക് വന്നാൽ ഇവിടെ ചില്ലാണ്, ഇവിടെ ചില്ലാണ്, ഇവിടെ ചില്ലാണ്. ദൈവം കണ്ണൊക്കെ അടിച്ചു പോണ പോലെ ഉണ്ട്. ദൈവമേ, ചില്ലാപ്പുറത്തേക്ക് വീഴോ? കണ്ടുപിടിച്ചോ എക്സിറ്റ് ആണോ? എവിടെ അവിടെ എന്തുണ്ട് എന്നൊക്കെ വിചാരിക്കും. ഫുള്ളിന്റെ അമ്മ ഇതാണ് എക്സിറ്റ്. ഇനി ചുറ്റി പോണം. ഇതെന്താ? ഓ, ഇത് മറ്റേ എന്താ പറയാ, അണ്ടർ വാട്ടർ അക്വേറിയം ഇല്ലേ, അതുപോലെ ഒരു സെറ്റപ്പ്. ഡിസ്കവർ ദ ലോസ്റ്റ് വേൾഡ് അറ്റ്ലാന്റിസ്. ദൈവമേ, ഇവന്മാര് ചില്ല് വെച്ചിട്ട് ആകെ കൺഫ്യൂഷനാവുണ്ട്. കഴിഞ്ഞോ? VR. ഇനി ഇവിടെയാണ് മെയിൻ സാധനം. VR. യെസ്, ഇത് വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് ഞങ്ങൾക്ക് കാണുന്നത് നിങ്ങൾക്ക് കാണൂല. ഇതിന്റെ ഉള്ളിൽ ആകെ കടലാണ്. കടല് മുന്നിൽ ബ്ലൂ വെയിലൊക്കെയാണ്. പക്ഷെ ഇവിടെ എന്താന്ന് അറിയില്ല. എവിടേക്കാ? ഓ, ഞങ്ങളിപ്പോ എന്തിലൂടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ വീഡിയോ കണ്ടാലും എനിക്കറിയില്ല ഞങ്ങൾ എങ്ങനെ നടക്കണേന്ന്. സ്ക്രീനിന്റെ ഉള്ളില് ഞങ്ങളൊരു ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണം. അതാണ് ഇങ്ങനെ നടക്കണേ. ആരെ മുന്നില് ബ്രിഡ്ജിന്റെ ഫോൺ വീണ പൂട്ടാം. ഇത് ഫോട്ടോ സെക്ഷൻ. നമുക്ക് ഫോട്ടോ എടുക്കാം. ഈ തൽക്കാലം ഇപ്പോൾ സെൽഫി എടുക്കാം. എല്ലാവരും വേറൊരു തിരക്കിലാണ്. മുമ്പിൽ ഫോട്ടോ എടുക്കാൻ സെറ്റപ്പ് അല്ലേ? ഇവിടെ എന്താ പടം വരയ്ക്കാം. ആണോ? You're a piece of art. ഇതിലിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അവിടെ AI ആണ്. AI അവരിങ്ങനെ ഫോട്ടോ വരയ്ക്കും. ഇത് രോഹിനാണ്. രോഹിനാ നിന്നെ വരയ്ക്കുന്നത്. നിന്നെ ഇവിടെ ഫോട്ടോ എടുക്കും. ഇവിടെ ഞാൻ അതെ എന്നെ വരയ്ക്കണു ഗൈസ്. എന്നെ വരയ്ക്കണു. ഓ നൈസ്. എന്ത് സ്മൂത്ത് ആയിട്ട് അതിലിങ്ങനെ ഓട്ടോമാറ്റിക്കലി പോണല്ലേ. AI അത് ലിജു ഇത് ഞാൻ. ഓ നൈസ്.
ചേട്ടാ അത് കൊണ്ടുപോകാൻ പറ്റില്ലേ? ഓ താങ്ക് യു. എന്നെ വരച്ചു. എൻ്റെ അത്ര പെർഫെക്റ്റ് ആയില്ല, അവർക്ക് എൻ്റെ തടിയൊന്നും മനസ്സിലായില്ല. മേ ബി ലൈറ്റിൽ അതിൻ്റെ ആവാം. സംഭവം നല്ല അടിപൊളിയുണ്ട്. അത്രയ്ക്കില്ല, എന്നാലും AI ഇത്ര ശ്രമിച്ചല്ലോ. യെസ്, ലെറ്റ്സ് അപ്രീഷിയേറ്റ് ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ഇവിടെ ഫോട്ടോ ആണ്. ഓ, ഇവിടെ ഇതാണ് ഫോട്ടോൻ്റെ ഫ്രെയിം. ഇവിടുന്ന് ഫോട്ടോ എടുക്കും. ഫോട്ടോ ബൂത്ത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക്. ഓക്കെ. ഓ, ദിസ് ഈസ് ഫോർ കിഡ്സ്. കിഡ്സിന്റെ ഏരിയ, ഇരുന്ന് ഇങ്ങനെ പടം വരയ്ക്കാനൊക്കെ. ഓക്കെ ഓക്കെ. Oh, like that. So we can draw and just scan this. Oh, nice. അതായത് കുട്ടികൾ ഇവിടെ ഇരുന്നിട്ട് പടം വരയ്ക്കും. പടം വരച്ചിട്ട് ഇവിടെ വെച്ച് സ്കാൻ ആക്കി കഴിഞ്ഞാൽ ആ എന്താണ് വരച്ചേക്കണേ, എന്താ കളർ അടിച്ചേക്കണേ, അത് നേരെ സ്ക്രീനിലേക്ക് ഇതുപോലെ വരും. കണ്ടോ കണ്ടോ കണ്ടോ? എന്നിട്ട് അത് ആ പിക്ചർ വരും വരച്ചത്. എന്നിട്ട് ഈ ബിഗ് സ്ക്രീനിൽ അവർ വരച്ച പിക്ചർ പോകും. ഓരോരുത്തരും അങ്ങനെ എത്ര വേണമെങ്കിലും ഇരുന്നിട്ട് ഇവിടെ വരയ്ക്കാം. വരച്ചിട്ട് അവിടെ സ്കാൻ ചെയ്യും. എന്നിട്ട് ഇത് കൂടെ ഇങ്ങനെ ആഡ് ആവും. എൻഡ് സെക്ഷൻ എൻഡ് ഫിനിഷ്ഡ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ എൻഡിൽ വി ക്യാൻ ടേക്ക്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഡ്രിങ്ക് എടുക്കാം. No, I just need water. You need water? Okay. Yeah, water. Yes. Hydrate always. റിഫ്രഷ്മെന്റ് എല്ലാം സെക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ പിള്ളേരൊക്കെ വരുമ്പോൾ നല്ല രസമല്ലേ. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു ചെറിയൊരു അമ്യൂസ്മെന്റ് പാർക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയി VR ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് വന്ന്, അപ്പോൾ ഇവിടുന്ന് നൈസായിട്ട് അറ്റത്തെത്തുമ്പോൾ ചെറിയൊരു ട്രീറ്റ് പോലെ ചോക്ലേറ്റ്, പിന്നെ ജ്യൂസ് ഉണ്ട്, വെള്ളമുണ്ട്. ഓക്കെ, നമ്മളത് ഒരു വെള്ളവും ഒരു കിറ്റ്കാറ്റും എടുത്തു. ഓക്കെ, അങ്ങനെ അപ്പോൾ ഇവിടുത്തെ സെഷൻ എൻഡ് ചെയ്തു. ഓക്കെ, ഇവിടുന്ന് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോകും. എന്നിട്ട് അവിടുന്ന് നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ എയർപോർട്ടിൽ പോകും. നൈറ്റ് 9:20 9:30 സംതിങ്ങിനാണ് ഇത് ഫ്ലൈറ്റ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ അപ്പോൾ 9:20 സമയത്താണ് നമുക്ക് ഫ്ലൈറ്റ്. യെസ്, അപ്പോൾ ബാക്കി ഇനിയൊക്കെ വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ. ഓക്കെ, ബൈ ബൈ. എന്ത് രസമല്ലേ അത് പോണ കാണാൻ. ഓ ട്രാക്ക് ഉണ്ടല്ലേ. എന്തായാലും പറയാ, മെട്രോയോ ബസ്സോ? ഇത് ഞാനവിടെ കണ്ടെന്നടാ. എവിടെ കണ്ടേ? ഈ സാധനം ഞാനിവിടെ കണ്ടു. എവിടെ കണ്ടേ? മറ്റു സംഭവം ദേജാവൂണോ? ആടോ, ഇതേ സീനാണോ? ഇത് ഞാൻ ഇന്ന് പറയാൻ നിന്നപ്പോ താൻ എന്താ പറഞ്ഞേ? ദേജാവൂന്ന് എന്നെ കളിയാക്കി അല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ അതിന്റെ ഫീലിങ്? ദേജാവൂ വരുമ്പോ എന്താന്ന്? ഇന്ന് ഞാനിതേപോലെ കോളിലുള്ള സമയത്ത് സെയിം നടന്ന സാധനം എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ദേജാവൂ. വല്ലാത്തൊരു, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്താ അറിയോ, നമ്മളൊക്കെ മേ ബി ഈ ജീവിതമൊക്കെ അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഞാൻ കേൾക്കുമ്പോൾ ഇവന് ഭ്രാന്ത എന്ന് വരെ പറയും. ബട്ട് സംഭവം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ എന്താ പറയുക, ഈ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു കുറേ കാര്യങ്ങൾ നമ്മൾ ജീവിച്ച് തീർത്തു. ഏതോ ഒരുത്തൻ നമ്മുടെ അത് മെമ്മറിന്ന് ചെറുതായിട്ടേ നമുക്ക് മെമ്മറീസിലുള്ളൂ, അങ്ങനെ വെച്ചിട്ട് ഏതോ ഒരുത്തൻ എവിടെ വരുന്നുണ്ട് ടൈം മെഷീനിൽ തിരിച്ചാക്കിയതാണെങ്കിലോ, നമ്മൾ എന്നിട്ട് പിന്നെയും ജീവിക്കണതാണെങ്കിലോ, നമ്മൾ ഈ ജീവിച്ച് തീർത്തേ അല്ലേ? നോ വൺ നോസ്, ഇറ്റ്സ് എ മിസ്റ്ററി. അതല്ല, ഒരാള് വരച്ചത് കാണിക്കാൻ വന്നിട്ട് പ്രത്യുഷ്ണില്ലെങ്കിൽ എന്ന് പറയാൻ വന്നതാ. നിള്ളങ്കാളോ? ഇങ്ങോട്ട് വന്നേ, നമ്മുടെ ഫോട്ടോ നോക്കട്ടെ. ഞാനൊന്ന് മുട്ടനാടാ, താടി എന്താ ഇങ്ങനെ? ഫോട്ടോ സെക്ഷൻ
യെസ്, നമ്മളപ്പോൾ അങ്ങനെ ഫ്ലൈറ്റൊക്കെ കയറി, ഫ്ലൈറ്റൊക്കെ എടുത്തു. നമ്മളിപ്പോൾ എയറിലാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ കൊച്ചിയിലേക്ക് പോകണം. നമ്മൾ സാൻഡ്വിച്ച് വന്നു നമ്മുടെ. ഓക്കെ, നമുക്കുള്ള ഫുഡ് വന്നു. ഇത് സാൻഡ്വിച്ച്, പിന്നെ ഒരു ജ്യൂസ്. ഓക്കെ, സംഭവം കാണാനൊക്കെ നല്ല ക്വാണ്ടിറ്റിയും നല്ല സംഭവമുണ്ട്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറയാം. ബ്രെഡും സ്റ്റഫിംഗ് ഒക്കെ നല്ല രസമുണ്ട്, ടേസ്റ്റ് ഉണ്ട്. ജസ്റ്റ് ഉള്ളിലത്തെ സ്റ്റഫിംഗ് ഒക്കെ ഫ്രഷാണ് ഉപയോഗിച്ചേക്കുന്ന. ക്രീം ആയാലും ഉള്ളിലത്തെ സോസ്, വൈറ്റ് സോസ് കാര്യങ്ങളായാലും ഒക്കെ നന്നായിട്ടുണ്ട്. സ്റ്റഫിംഗ് കുഴപ്പമില്ല. കാണിച്ച എങ്ങനെയാന്ന് Now 22 June and it's time 5 AM morning. Yes, ഞങ്ങൾ എത്തിയിരിക്കുന്നു. we are back കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. എന്താ അവസ്ഥ? ഉറക്കം ഓക്കെ ആയിട്ടില്ല, ടയർഡായി. വീട്ടിൽ പോയിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ. നമ്മള് ബാഗ്സ് ഒക്കെ കളക്ട് ചെയ്തോണ്ടിരിക്കുക. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വന്നു, ഇതാ 1-2 വന്നു. ഇനി സൂട്ട് കേസൊക്കെ വരാണ്ട്. അപ്പൊ അതിങ്ങനെ കളക്ട് ചെയ്യാൻ നമ്മൾ നിൽക്കുക. ഓരോരുത്തർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഉറക്കം നോങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എയർപോർട്ട് നല്ലതാണ്, അവിടുത്തെ ആൾക്കാരാണ് പ്രശ്നം. സാറിങ്ങനെ അവിടുത്തെ എയർപോർട്ടിൽ ആൾക്കാർക്ക് നല്ലോണം പറ്റില്ല. അറബിക്ക് പറ്റിയിട്ടില്ല, ഇവനെ കണ്ട് ദഹിച്ചിട്ടില്ല അവർക്ക്. ഇവന് ഈ കോലം ഇത് കണ്ടിട്ട് ഞങ്ങള് ഫസ്റ്റ് ഒരാഴ്ചയിലാണ്ട ഞങ്ങള് പിടിച്ചു. ഫസ്റ്റ് തന്നെ ചോദിച്ചത് അറിയോ ഡ്രഗ്സ് എന്നാ ചോദിച്ചത് അവന്റെ അടുത്ത്. ഇതിനൊക്കെ പിടിക്കാൻ കാരണം ശങ്കരനാണ്. അവനെ കള്ളൻ കപ്പലിലുണ്ട്. നമ്മുടെ അടുത്ത ബാഗ് എത്തി. കഥകൾ തുടരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഗൈസ്. നമ്മുടെ വീടെത്തി. യെസ്, വൈഷ്ണവ്ജി 24 മണിക്കൂറും കഠിനാധ്വാനം ചെയ്യുന്ന വൈഷ്ണവ് ജി, ദ വൺ ആൻഡ് ഓൺലി വൈഷ്ണവ്. ഒരാളെ കാണിച്ചു തരാത്ത ഒരാളുടെ സന്തോഷം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങൾ വന്നേ പിന്നെ എവിടെയാ ആൾക്കാരെ ശബ്ദം കേട്ടിട്ടേ 2-3 ദിവസമായില്ലേ, ഭയങ്കര സന്തോഷം. നോക്കിയോ തുള്ളി. എന്താടി എന്തേ ഇറക്കണില്ല? നോക്കിയേ, വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ നിക്കണേ. നിന്നെ ഇറക്കി നീ എന്റെ മേത്ത് കേറിയിട്ടുണ്ടല്ലോ, നിരങ്ങും. ഇവിടെ ഫുള്ള് വെള്ള. വരാം ട്ടാ, വരാം പോരാ ട്ടാ, പോരാ. വരാം. അങ്ങനെ ഗായ്സ്, നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുന്നു. സോ വീഡിയോസ് എല്ലാം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.